ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 9ഉം 10ഉം പരിശുദ്ധ കാട്ടുമങ്ങാട്ട് അബ്രഹാം കൂർലോസ് വലിയ ബാവയുടെ ഓർമ്മ പെരുന്നാളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പദയാത്രയാണ് കേട്ടോ ജൂലൈ 9-ാം തീയതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പദയാത്രയ്ക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാനും പിള്ളേരും കൂടിയിട്ട് പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വണ്ടി 3 മണിക്കുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കുന്നംകുളം പള്ളിയിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നാണ് റാലി പുറപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടേക്ക് അവിടെ എത്തിയപ്പോൾ ചായയും പഴംപൊരി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് റാലി പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ സ്നാക്സും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. കുറച്ച് നേരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മഴ. അങ്ങനെ ആ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ബഹനാൻ ചാപ്പലിലേക്ക് എത്തി. ബഹനാൻ ചാപ്പലിൽ നിന്നും ജ്യൂസും സ്നാക്സൊക്കെ കിട്ടി. അവിടെ നിന്ന് നേരെ അഞ്ഞൂര് പള്ളിയിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് അവിടെ യാക്കോബ സഭയുടെ ബാവയ്ക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ബാവ എത്തിയിട്ടുണ്ടായിരുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സഭയിൽ തിരുമേനിയും പിന്നെ അച്ഛന്മാരും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരുമേനിമാരെ എല്ലാവരും കൂടിയിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ആശീർവദിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അച്ഛന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആൻറ്റിയും അമ്മും ഭാവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പദയാത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, പിള്ളേരനൊക്കെ ആയിട്ട് വരെ എളുപ്പമായിരുന്നു. ഗായകസംഘം സ്വാഗതഗാനം പ്രാർത്ഥനാഗാനമൊക്കെ ആലപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുട്ടൂസും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലച്ചുവിനും കുട്ടൂസിനെ കണ്ടപ്പോൾ കുഞ്ഞാവിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ പദയാത്രയിൽ പോകുമ്പോൾ ചെറു ടെൻഷനായിരുന്നു കുഞ്ഞാവിക്ക് നടക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ. ദൈവം സഹായിച്ചിട്ട് ഇതുവരെ കുഞ്ഞാവിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എത്തിച്ചു. ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സമ്മേളനത്തിൽ വെച്ചിട്ട് തന്നെ ഭാവിക്ക് ഒരുപാട് ഉപഹാരങ്ങളൊക്കെ ഓരോ സംഘടനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞേച്ചിനും വലിയേച്ചിനൊക്കെ കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. പിന്നെ കുട്ടൂസ് ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോഴൊന്നും കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമ്മേളനം ഒരു 7:30 ആകുമ്പോൾ തന്നെയാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പപ്പയും മമ്മിയും 7 മണിക്ക് ശേഷം ഓട്ടോ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചതിൽ പോവുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ 7:15 ശേഷം അവിടെ നിന്ന് ഓട്ടോയിൽ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 7:45 8 മണിൻ്റെ ഉള്ളിൽ തന്നെ അവർ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ പപ്പ ഓട്ടോറിയത്തിക്ക് വന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ സ്ക്രീനിൽ നമസ്കാരം ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു പള്ളിക്കകത്ത്. അങ്ങനെ ധൂപപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, കൈമുത്തലൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. വരുമ്പോഴാണ് അച്ചായനെ കണ്ടത്. അപ്പോൾ മമ്മി അച്ചായനോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് തിരിച്ച് ഒരു 10:30 ആകുമ്പോൾ തന്നെ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം.